ഓച്ചിറ വൃശ്ചികോത്സവം വിജയകരമായി പര്യവസാനിച്ചപ്പോൾ ഏറെ ശ്രദ്ധ നേടിയതായിരുന്നു OCBയുടെ പ്രവർത്തനം. പോലീസ് കൺട്രോൾ റൂമുമായി സഹകരിച്ച് പൂർണ്ണമായ നിരീക്ഷണ സംവിധാനം പടനിലത്ത് സജ്ജീകരിച്ചു. CCTV ക്യാമറകൾ സജ്ജീകരിച്ചത് വഴി പടനിലത്ത് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കി. വൃശ്ചികോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണവും നടത്തിയിരുന്നു. കഴിഞ്ഞ 12 ദിനരാത്രങ്ങളിൽ ഓച്ചിറ പടനിലവും ഭക്തരെയും നിരീക്ഷണ വലയത്തിൽ സംരക്ഷിക്കുകയായിരുന്നു OCB സംഘം. നമ്മൾ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷമായി. അപ്പോൾ ഈ തുടക്കം മുതൽ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു ടെക്നോളജിയിൽ നിന്നും ഒത്തിരിയും മാറ്റങ്ങളാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും വളരെ ജാഗരൂകരായി നിന്നുകൊണ്ട് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഈ ലൈവായി ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്ക് ഒത്തിരി അധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. കാരണം ഒരു നിമിഷ നേരം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലൈവിൻ്റെ സംപ്രേഷണത്തിന് തന്നെ അതൊരു കാഴ്ചക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ്. പണ്ട് നമ്മൾ ഓച്ചിറയും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ലൈവ് സംപ്രേഷണം നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കൊല്ലം ജില്ല പൂർണ്ണമായും കൂടാതെ കേരളത്തിൽ മൊത്തവും ഓച്ചിറ നമ്മുടെ കേരളത്തിലെ മുഴുവൻ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ കേരള വിഷൻ എന്ന് പറഞ്ഞ ചാനൽ, അതായത് കേരളത്തിലെ മൊത്തം കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഞങ്ങളെപ്പോലുള്ള OCB, CDNet, ദൃശ്യ, വേണാട്, അങ്ങനെ പ്രാദേശിക സൗത്ത് വോയിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷനാണ്. അത് കൊല്ലം ജില്ലയുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് മൊത്തത്തിലുള്ള. അപ്പോൾ ആ ഒരു പ്രാവർത്തിക മേഖലകളിലേക്കൊക്കെ ഈ സംപ്രേഷണം ചെയ്യുക എന്നുള്ളത് ഈ പറഞ്ഞ തുടക്കം മുതൽ ഈ പറഞ്ഞ കാലഘട്ടം വരെയും അതിനു വേണ്ടി പ്രവർത്തിച്ച് അപ്പോൾ അത്രയും നല്ല ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ലാസ്റ്റ് ഘട്ടം വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100-ലധികം CCTV ക്യാമറകളുമായാണ് OCBയുടെ നേതൃത്വത്തിൽ പടനിലത്ത് സംരക്ഷണ വലയം തീർത്തത്. നമ്മളിത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഒരു സമർപ്പണമാണ്. അത് ഓച്ചിറ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കാര്യമായിട്ട് ഇനിയും അടുത്ത വർഷവും തുടർന്നുള്ള വർഷങ്ങളിൽ നമ്മൾ ഇതേ കണക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കും. ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരട്ടെ. നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരും അതുപോലെ നമുക്ക് പരസ്യം തന്ന ഒത്തിരി സ്ഥാപനക്കാരുമുണ്ട്. അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ ഈ തുടങ്ങിയ ഈ 30 വർഷക്കാലവും നമുക്ക് പരസ്യങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാണ്. സാധാരണ നമ്മളോരോ ചാനലുകാർ ഈ പരസ്യക്കാരെ അങ്ങോട്ടാണ് വിളിക്കുന്നത്. നോർമലി നമ്മുടെ ചാനലിൽ അവർ പരസ്യക്കാരെ നമുക്ക് ഇങ്ങോട്ട് വൃശ്ചികത്തിൻ്റെ പരസ്യങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാണ് നമുക്ക് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ പ്രാദേശികമായിട്ട് കാണുന്ന ചാനൽ ഇപ്പോൾ ലോകം എവിടെ ഇരുന്നാലും കാണുന്ന ഒരു പ്രവണതയിലോട്ട് പോവുകയാണ്. അപ്പം ആ ഒരു രീതിയിലോട്ട് വന്നപ്പോഴത്തേക്ക് അവർക്ക് ഈ ക്ഷേത്രത്തിലെ പല കാര്യങ്ങളും അവർക്ക് കാണണമെന്ന് നമുക്ക് നമ്മുടെ യൂട്യൂബ് OCBയുടെ യൂട്യൂബിൽ ഫേസ്ബുക്കിലും ഒക്കെ കമൻറ്റുകൾ വരും. ഈ ക്ഷേത്രത്തിൽ ഇതേ ഉള്ളൂ അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അത് നമ്മൾ ആ കമൻറ്റുകൾ കേട്ടിട്ടാണ് അടുത്ത ദിവസം നമ്മൾ അതിനൊക്കെ വേണ്ട സംവിധാനങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയും കൂടെ നമുക്ക് ആ പ്രേക്ഷകർ നമ്മളെ അറിയിക്കുന്ന പ്രേക്ഷകർക്കും കൂടെ ഈ അവസരത്തിൽ നമ്മൾ നന്ദി പറയുകയാണ്. അതുപോലെ ക്ഷേത്ര ഭരണസമിതി നമ്മളെ ഇത് ഉത്തരവാദിത്തത്തിൽ CC ക്യാമറയും നമ്മുടെ ലൈവിനും വേണ്ടി ഏൽപ്പിച്ച ക്ഷേത്ര ഭരണസമിതിക്കും നമ്മുടെ ലോക്കൽ ചാനലുകാർക്കും കേരള വിഷനും എല്ലാവർക്കും. OCB പ്രവർത്തകരായ അഫ്സൽ, രാധാകൃഷ്ണൻ റൂഫേൽഡ്, രാജേഷ് രാമചന്ദ്രൻ, ലത്തീഫ്, സുബി, ബാബു പ്രയാർ, ഇർഷാദ് കായംകുളം, പ്രദീപ്, രജിത്ര മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു OCBയുടെ പ്രവർത്തനം. പോലീസുമായി ചേർന്ന് സംരക്ഷണ വലയം സൃഷ്ടിച്ചതിനൊപ്പം വൃശ്ചികോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണവും OCBയിൽ നടത്തി. ഓച്ചിറയിൽ 12 വിളക്ക് മഹോത്സവം പൂർത്തീകരിക്കുമ്പോൾ പൂർണ്ണ സംതൃപ്തിയോടെയാണ് OCB സംഘം നിൽക്കുന്നത്. കേരളം മൊത്തവും ഉള്ള പ്രേക്ഷകർ ഈ പറഞ്ഞ ഓച്ചിറയിലെ 12 വിളക്ക് മഹോത്സവം കേരള വിഷൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്വന്തം ചാനലിൽ കൂടെ, അതായത് കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു സ്വന്തം ചാനൽ കൂടെയും കാണുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത. അപ്പം നമ്മുടെ ഇടതടവില്ലാതെ ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അതിന് എല്ലാ രീതിയിലും ചുക്കാൻ പിടിച്ച ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി? വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ സംപ്രേഷണം കൊണ്ടുപോയി. എന്തായാലും അഭിമാനമുണ്ട്. പിന്നെ ഓച്ചിറ കേബിൾ വിഷനും പിന്നെ കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകർക്കും വേണ്ടി ഇത്തരത്തിൻ്റെ സംരംഭം ഏറ്റെടുത്ത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടുവന്ന് വരുന്നതാണ്. ഇപ്പോൾ വീണ്ടും അത് പിന്നെ അഹങ്കാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.